നമസ്തേ. എന്തുകൊണ്ട് ഞാൻ ആളുകളുടെ ഒപ്പം സഞ്ചരിക്കുന്നില്ല? എൻ്റെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. ക്രൗഡിനൊപ്പം സഞ്ചരിക്കാത്തതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള വഴികളിലൂടെ പോകുന്നതായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ട്. അവരൊക്കെ എപ്പോഴും നേരിടേണ്ടി വരുന്ന ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് നിങ്ങൾ എല്ലാവരും പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ വ്യത്യസ്തനായിരിക്കുന്നു, നിങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തനായിരിക്കുന്നു? അതാണ് അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. പല സമയത്തും അവർ സ്വയം അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളിൽ നിന്നായിരിക്കും അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചില വ്യക്തികൾ ഒറ്റയ്ക്ക് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നാമത്തെ കാരണമെന്ന് പറയുന്നത്, ഈ ക്രൗഡ് പോകുന്ന വഴി എന്ന് പറയുന്നത് പലപ്പോഴും സേഫ് ആണെന്ന് തോന്നിയേക്കാം. കാരണം ഭൂരിഭാഗം ആളുകളും അതിലെ പോവുകയാണ്. പക്ഷേ ആ വഴിയിലൂടെ പോകുമ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ എന്നുള്ള തോട്ടാണ് ഏറ്റവും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. സേഫ്റ്റി ഉണ്ട്, ക്ലാരിറ്റി ഇല്ല. അപ്പോൾ സേഫ്റ്റി ഉണ്ട് എന്നുള്ളതൊരു മിഥ്യാ ഫീലിംഗ് ആണെന്ന് മനസ്സിലാക്കുന്നതാണ് ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ദെൻ വാട്ട് ഈസ് സേഫ്റ്റി എന്ന് ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ ക്ലാരിറ്റിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിനെക്കുറിച്ച് നമ്മളെക്കുറിച്ച് നമുക്ക് അവയർനെസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ? ക്രൗഡിൻ്റെ ഒപ്പം പോകുമ്പം നമ്മൾ പലപ്പോഴും ക്രൗഡിൻ്റെ ആ ഒരു ഗ്രൂപ്പ് തിങ്കിൻ്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ അവരെല്ലാവരും ചിന്തിക്കുന്ന ആ ചിന്തയും അവരുടെ വാക്കുകളും അതിൽ കൂടുതൽ ഇൻഫ്ലുവൻസ് ഉള്ള ആളുകളുടെ പ്രവർത്തികളും ഒക്കെ നമ്മുടെ തോട്ട്സിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള ഞാൻ എന്താണെന്നോ എൻ്റെ വഴി എന്താണെന്നുള്ള ക്ലാരിറ്റി എന്ന് പറയുന്നത് കിട്ടുന്ന സമയത്ത് ക്രൗഡിൻ്റെ ഇടയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് മാറേണ്ടി വരുമെന്നുള്ളതാണ്. അങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ജനക്കൂട്ടത്തിൽ നിന്ന് മാറി വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ വഴികളിലൂടെ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന ആ ഒരു 1% ആളുകൾ മാത്രമാണ് വലിയ അച്ചീവ്മെൻറ്റ്സ് നടത്തുന്നത്. മജോറിറ്റി എപ്പോഴും ഓൾവേസ് റൈറ്റ് ആയിട്ടുള്ള വഴി ആയിരിക്കണമെന്നില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല. നമ്മൾ ചരിത്രത്തിലേക്കൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ പലപ്പോഴും വിപ്ലവങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള വലിയ മാറ്റങ്ങൾ മനുഷ്യരാശിയെ ഒരു കുഴിയിൽ നിന്ന് അടുത്ത ഒരു ഉയരത്തിലേക്ക് രക്ഷപ്പെടുന്ന വ്യക്തികളൊക്കെ വളരെ മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. 1% ആളുകളാണ് ലോകത്തിനെ മുഴുവൻ നിയന്ത്രിക്കുന്നത്. പല സമയത്തും ജനക്കൂട്ടം അവർ പോയ വഴിയെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഈ ക്രൗഡിൻ്റെ കൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി മ്യൂട്ട് ആവുകയാണ്. അപ്പം ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് പോകുമ്പോൾ നമ്മുടെ വ്യക്തിത്വം എവിടെ, നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വാലിറ്റി എവിടെ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം മനുഷ്യനെന്ന് പറയുന്നത് തന്നെ യുണീക്കായിട്ടുള്ളൊരവസ്ഥയിലൂടെ, അല്ലെങ്കിൽ നമ്മളതായിട്ടുള്ള തോട്ട്സ്, നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അതിന് പ്രാധാന്യം കൊടുക്കാൻ വേണ്ടി തന്നെ വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ജീവി തന്നെയാണ്. മറ്റുള്ളവരല്ല നമ്മളെ നിയന്ത്രിക്കേണ്ടത് എന്നുള്ളതാണ്. ക്രൗഡിൽ ഇൻഡിവിജ്വാലിറ്റി മ്യൂട്ടാകും. എന്നാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനായിട്ട് സാധിക്കുന്നത് സൈലൻസിലാണ് എന്നുള്ളതാണ്. ഈ ക്രൗഡ് ഫോളോ ചെയ്യുന്നത് പലപ്പോഴും അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ഹിഡൻ ഫിയറിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അപ്രൂവൽ എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ തന്നെയാണ്. എല്ലാ കാര്യത്തിനും, എല്ലാ തീരുമാനങ്ങൾക്കും മറ്റുള്ളവരുടെ അപ്രൂവൽ വേണം, വാലിഡേഷൻ വേണം എന്ന് ചിന്തിച്ചു പോകുന്നത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു അഡിക്ഷൻ ആണ് എന്ന് റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രൗഡിൻ്റെ അപ്രൂവൽ ചോദിക്കാനായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ ക്രൗഡിലേക്ക് ഇറങ്ങി ചെല്ലുന്നില്ല. നമ്മൾ നമ്മളുടേതായിട്ടുള്ള വഴികളിലൂടെ നടക്കുന്നു എന്നുള്ളതാണ്. ടുഡേ വൈറൽ ടുമോറോ ഫൊർഗോട്ടൻ എന്നുള്ളതാണ്. അതായത് ഈ ട്രെൻഡ് എന്ന് പറയുന്ന സംഗതി വളരെ ടെമ്പററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ക്രൗഡിനെ ഫോളോ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ട്രെൻഡിനെ അല്ല നോക്കുന്നത്, ലോങ് ടൈം വാല്യൂ ആണ് നോക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് തീർച്ചയായിട്ടും നമ്മൾ ക്രൗഡിനെ ഫോളോ ചെയ്യാതെ നമ്മളുടേതായിട്ടുള്ള മൂല്യം, അതായത് ഈ ഇന്ന് ക്രൗഡിന് ട്രെൻഡായിട്ടുള്ള ഒരു കാര്യം വാല്യൂ ഉണ്ട് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ബൂമായിട്ട് വരുന്നു, പിന്നെ ഡിക്ലൈൻ ആയിട്ട് താഴേക്ക് പോകുന്നു. പക്ഷേ ലോങ് ടൈമിൽ എന്താണ് വിലപ്പെട്ടത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ക്രൗഡിൽ നിന്ന് മാറി ചിന്തിക്കാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ ഒരേ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് ഒരേ ലക്ഷ്യത്തിൽ തന്നെയാണ് എത്തിച്ചേരുന്നത്. എന്നാൽ ക്രൗഡിൽ നിന്ന് മാറി നടക്കുന്ന വ്യക്തികൾ വ്യത്യസ്തമായിട്ടുള്ള വഴികൾ തിരഞ്ഞെടുക്കുകയും വ്യത്യസ്തമായിട്ടുള്ള ഡെസ്റ്റിനേഷൻസിലേക്ക് എത്തുകയും ചെയ്യുന്നു. അങ്ങനെ ആ സ്ഥലത്തിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഡെസ്റ്റിനേഷൻ, ആ ഒരു അവസ്ഥകൾ മറ്റുള്ളവർക്ക് കാണാനായിട്ട് സാധിക്കുകയും അതും മനോഹരമായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. ഒരുപക്ഷെ ക്രൗഡ് ഒഴുകിയ വഴികളെക്കാളും എത്രയോ മനോഹരമായിരുന്നു എന്നുള്ളത്, എത്രയോ അർത്ഥപൂർണമായിരുന്നു എന്നുള്ളത് മനുഷ്യർ തിരിച്ചറിയുകയാണ്. അതാണ് നമുക്ക് വേറെ ചില വ്യക്തികളെ നോക്കുന്ന സമയത്ത് നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടാനൊക്കെ കാരണമാകുന്നത്. നമ്മൾ ചിലപ്പോൾ ആർട്ടിസ്റ്റുകളായിരിക്കാം, റൈറ്റേഴ്സ് ആയിരിക്കാം, അല്ലേ? ചില വ്യക്തികളെ നോക്കുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നത് അവർ ഏകാന്തതയിലൂടെ വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ ക്രൗഡ് ഒഴുകിയതിൽ നിന്ന് മാറി നടന്നതുകൊണ്ട്, മാറിയ വീക്ഷണം ഉണ്ടായതുകൊണ്ട് അവർക്ക് വ്യത്യസ്തമാണ്. അവരെത്രമാത്രം വ്യത്യസ്തയാണ്, അവരെത്രമാത്രം ബ്യൂട്ടിഫുൾ ആണ് എന്നുള്ളത് ലോകത്തിന് അവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, നമ്മുടെ ഇന്നർ വോയിസ് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റേണൽ വാലിഡേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഒറ്റയ്ക്ക് സഞ്ചരിക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ വഴികളിൽ കൂടെ നിങ്ങൾ പോകുമ്പോൾ ക്രൗഡിൻ്റെ അപ്രൂവൽ ഇല്ല, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ആളുകളോട് ഒപ്പീനിയൻ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല.
നമുക്ക് ശരിയാണ് എന്ന് തോന്നുന്ന ആ ഒരു കർമ്മം നമ്മൾ കൃത്യമായിട്ട് സതുദ്ദേശത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് ലോകത്തിന് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മളൊരു വിത്ത് പോലെയാണ്, നമ്മൾ മണ്ണിനടിയിൽ കിടക്കുന്നു. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു പൂവാണ്, അല്ലെങ്കിൽ എത്ര ഫലവത്തായിട്ടുള്ള ഒരു ഫലമാണ് എന്നുള്ളത് ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വ്യത്യസ്തമായിട്ടുള്ള വഴികളിലൂടെ നടക്കുന്ന വ്യക്തികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സോട് കൂടി ലോകത്തിന് തങ്ങൾ എത്ര മനോഹരമായിരുന്നു എന്നുള്ളത് കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് തുടരുവാൻ വേണ്ടി നിർത്തുന്നു. നമസ്തേ.